ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇഫ്താറിലേക്കുള്ള പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ്. ഇതിൽ ഞാൻ സ്നാക്സും ജ്യൂസും പിന്നെ ഫുഡൊക്കെ ആക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇത് അന്നത്തെ ദിവസം വൈകുന്നേരത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. ഇവിടെ ഇപ്പം ഞാൻ ഇന്ന് കപ്പ ബിരിയാണിയും കണ്ണൂർ കോക്ടെയിലും പിന്നെ ഫ്രഞ്ച് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഐറ്റംസൊക്കെ വീട്ടിലുണ്ട്, വീട്ടിലില്ലാത്ത ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ മാർക്കറ്റിൽ കാണുമ്പോൾ നമുക്ക് നോമ്പാകുമ്പം എന്തൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാനും തിന്നാനൊക്കെ വിചാരിക്കൂലേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ഫ്രഷ് മിൻറ്റ് കാണുമ്പം ലൈം മിൻ്റൊക്കെ അടിച്ചു കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് മിൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നുറുക്ക് ഗോതമ്പാണ്, പിന്നെ ഇത് ബാർലിയാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി ഇനിയിപ്പോൾ നേരെ പണികൾ തുടങ്ങാം. ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പോൾ നോമ്പെല്ലാം നോക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ തിന്നാനും കൊതിയെല്ലാം തോന്നുന്ന ഐറ്റംസിൽ പെട്ടതാണ് ഈ കപ്പ ബിരിയാണി. അപ്പോൾ അതന്നെ ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കപ്പ ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കപ്പയൊക്കെ നല്ല വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനൊരു ചെറിയ രണ്ട് കഷ്ണം കപ്പ മാറ്റി വെക്കുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ എൻ്റെ മോന് കുറച്ച് ദിവസമായി റീൽസ് എല്ലാം കണ്ടിട്ട് ആഫ്രിക്കൻ ഫൂഫുമില്ല അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിൽ നടക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് തന്നെ ആ പരീക്ഷണം കൂടി നടത്താൻ. എന്തായാലും അത് ഫ്ലോപ്പ് ആവും, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ടെക്സ്ചറിലല്ല അത് കാണുമ്പോൾ ഉള്ളത്. പിന്നെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് കഷ്ണം കപ്പ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. കപ്പ ബിരിയാണിക്കുള്ള പിന്നെ കറിയും ഉണ്ടാവും ഇന്ന്. അത് കറിയെല്ലാം കൂട്ടി കഴിക്കുന്നതായിട്ടാണ് റീൽസിൽ കാണുന്നുള്ളത്. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച കപ്പ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പും മഞ്ഞളും വെള്ളവും കൂട്ടിയിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നുള്ളത്. ഞാനിപ്പോൾ പണികൾ ചെയ്യുമ്പം ഓരോ പണിയും പിന്നെ ഇന്നുണ്ടാക്കുന്ന ഐറ്റംസിൻ്റെ എല്ലാ പണിയും ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൽ ഞാനത് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് എഡിറ്റ് ചെയ്യുന്നുള്ളത്, കാരണം നിങ്ങൾക്ക് റെസിപ്പീസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ കപ്പൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറയാം. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇത്രയും സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ കുറച്ചധികം തന്നെ ബീഫ് കറി വെക്കുന്നുണ്ട്, കാരണം എനിക്ക് ഇന്ന് പിന്നെ അത്താഴത്തിലേക്കുള്ള ബീഫ് കറിയും പത്തലിനും വേണ്ടിയിട്ടുള്ള കറിയും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഒരു 1.5 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് 1.5 കിലോ ബീഫ് അതും കൂടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ഈ ബീഫ് ക്ലീനിങ്ങും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു അസർ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത് കിച്ചണിലേക്ക് വരുമ്പം. അപ്പം ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ അതിൽ കിച്ചണിലേക്ക് കയറിയത്. അപ്പോൾ 2 വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ രണ്ടിൽ ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ഇതുപോലെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇതാ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ട് നമ്മൾ പിന്നെ ഇന്ന് ഫ്രഞ്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പിന്നെ ബീഫും ഞാൻ എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് അത് വേവിക്കാൻ ഒരു കുക്കറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്തേക്ക് തന്നെ കപ്പ പുഴുങ്ങിയിട്ട് അതും അവിടെ മാറ്റി വെച്ച് ഇനിയിപ്പോൾ ഇതാ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളിയെല്ലാം ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഉപകാരം കേട്ടോ. ഈ നോമ്പിൻ്റെ സമയത്ത് കുറേ പണികൾ ഒരുമിച്ച് ചെയ്യുന്നതല്ലേ, നമ്മൾ രാവിലെ അത്താഴത്തിലേക്കുള്ളതും നോമ്പ് തുറക്കാനുള്ളതും പിന്നെ നോമ്പ് മുറിക്കാനുള്ളതും എല്ലാം ഒരു വൈകുന്നേര സമയത്ത് തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നതല്ല. അപ്പോൾ പണികൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ചോപ്പറൊക്കെ വലിയ ഉപകാരമായിട്ടുണ്ട്. ഞാൻ നോമ്പിൻ്റെ ആ സമയത്താണ് കേട്ടോ കൂടുതലെടുക്കൽ. എന്ത് കട്ടിങ്ങും ചോപ്പറിലിട്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്യൽ.
ഇവിടെ ഇപ്പം ഞാൻ 2 ഉള്ളി ബീഫിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ബീഫ് കറിക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തക്കാളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 പച്ചമുളക്. അതൊക്കെ മസാലയൊക്കെ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, പിന്നെ ജീരകം പൊടിച്ചത്, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലോണം കൈവച്ചിട്ട് ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ചിട്ട് നമ്മൾ നോർമലായിട്ട് വെക്കുന്ന ബീഫ് കറി ആട്ടാ. എന്നിട്ട് പിന്നെ ഇത് വേവിക്കാൻ വെക്കുന്നതാണ് കുക്കറിലേക്ക്. കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് തന്നെ നല്ല സ്മെല്ലായിരിക്കും ഇത് നമ്മളിങ്ങനെ തിരുമ്മി പിടിപ്പിക്കുമ്പം. എന്നിട്ട് ഇത് ഒരു അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ബീഫിൽ തന്നെ ഓൾറെഡി വെള്ളം വരും, എന്നാലും അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കുക. ആദ്യത്തേത് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വന്നതിന് ശേഷം തീ കുറച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെച്ച് കൊടുക്കുക. നല്ല വേവായിട്ട് ബീഫ് വരും. അതും പിന്നെ നമ്മുടെ കുക്കറിൻ്റെ എല്ലാം ഈ വിസിലനുസരിച്ചിട്ട് ആ വേവിൻ്റെ സമയത്തിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടില്ല, അടിപൊളി നല്ല തിക്കായിട്ടില്ല ബീഫ് കറി റെഡിയായി. ഈ കറി വെച്ചിട്ടാണ് നമ്മളിനി പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഈ കറി ഞാനൊന്ന് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം ഈ കറി ഫുള്ള് ഞാൻ എടുക്കുന്നില്ല, ഇതിന് കുറച്ചേ എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞില്ലേ അത്താഴത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പത്തലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ബീഫ് കറി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച കപ്പയില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കാം. ഇതിലേക്ക് നല്ലോണം പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നല്ല രസമാട്ടോ കറിവേപ്പില കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കുക. കുറച്ച് വറ്റിയിട്ടാകുമ്പോൾ കേട്ടോ ഇത് നല്ല ടേസ്റ്റാണത്. പിന്നെ വെച്ചിരിക്കും തോറും ഇതൊന്ന് കുറുകിയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഇതൊന്ന് ടൈറ്റാക്കി എടുക്കുക, വെള്ളം വറ്റിച്ചിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ചധികം മല്ലിച്ചപ്പും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണം. നല്ല ഫ്ലേവർ ആട്ടോ അത്, അങ്ങനെ കുറച്ചധികം ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടില്ല അടിപൊളി കപ്പ ബിരിയാണി റെഡിയായി. ഇതിൽ ഞാൻ വായൻ്റെ ഇലയിലാണ് കേട്ടോ സെർവ് ചെയ്യുന്നുള്ളത്. അതിന് ശേഷം ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഉള്ളി ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു കപ്പ ബിരിയാണി ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കഴിച്ചത് നോമ്പെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു പിന്നെ ചായയെല്ലാം കുടിക്കുന്ന ഒരു സമയമില്ലേ, ഞങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം കേട്ടോ ചായ കുടിക്കൽ. അപ്പോൾ ആ സമയത്താണ് ഈ കപ്പ ബിരിയാണി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ആഫ്രിക്കൻ ഫൂഫു. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും പണിയില്ല, കപ്പ മിക്സിയിൽ ഇട്ടിട്ട് അരക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പിന്നെ പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ കുട്ടികളെ ഫുഡൊക്കെ കുറുക്കിയെടുക്കില്ലേ, അതുപോലെ ഇങ്ങനെ കുറുക്കി എടുക്കുക. ഇത് ഒരു സ്റ്റാർച്ച് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരുന്നുണ്ട്. ഫ്ലോപ്പായിരുന്നു, ഒരു രസമില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മളെ ഫുഡേ പറ്റൂ. അങ്ങനെ എൻ്റെ മോനിക്ക് തൃപ്തിയായി. ഇതിപ്പോൾ റീൽസ് എല്ലാം കണ്ടിട്ട് ഇങ്ങനെ ട്രൈ ആക്കണം എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് അറിയുമല്ല. നമുക്ക് ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ കുറച്ചാക്കിയതുകൊണ്ട് അതങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് തന്നെ പിന്നെ ബാക്കി നമുക്ക് കളഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നത് ഫ്രഞ്ച് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഫ്രഞ്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ് ഇത്ര ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബീൻസും ക്യാപ്സിക്കും ക്യാരറ്റും ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ 2 ക്യാരറ്റും കൂടി പുഴുങ്ങിയെടുക്കുന്നുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. കണ്ണൂർ കോക്ടെയിലിന് ക്യാരറ്റ് വേണമല്ലോ, അപ്പോൾ അതും കൂടി ഇതിൽ ഞാൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പണികൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും.
അതിനുശേഷം ഇതാ ഒരു പാത്രം വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, ഉള്ളി ഇത്രയും ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കട്ട്ലേറ്റ് ഞാനിപ്പോൾ ബീഫിലാട്ടാ ചെയ്തെടുക്കുന്നുള്ളത്. ഞാൻ നേരത്തെ ബീഫ് വേവിക്കാൻ വെച്ചില്ല. ആ വേവിക്കുമ്പം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് കളയാതെ മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് ഈ മസാലയിലേക്ക് അതിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ബീഫിൻ്റെ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് മാഗി ക്യൂബ് ഇട്ട് കൊടുത്താൽ. അപ്പം ഉപ്പ് ഇടുമ്പം നമ്മൾ ശ്രദ്ധിക്കണം, കാരണം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ മാഗി ക്യൂബ് സ്കിപ്പാക്കിയതാണ്, കാരണം തിരക്കിൽ ഞാൻ പിന്നെ ഉപ്പിട്ട് കൊടുത്ത്. അപ്പോൾ മാഗി ക്യൂബ് ഇടുമ്പോൾ ഉപ്പ് അധികമാവൂലേ, അത് വിചാരിച്ചിട്ട് ഞാൻ മാഗി ക്യൂബ് ഒഴിവാക്കിയതാണ്. നമുക്ക് മാഗി ക്യൂബ് ഇടുന്നുണ്ടെങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ കുരുമുളക് പൊടി, ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും സ്പൈസസ് ഉണ്ടാവില്ലേ, ഒറിഗാനോ, അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ ഹാഫ് കുക്ക് ഇഷ്ടമുള്ള ആൾക്ക് അതങ്ങനെ ചെയ്തെടുക്കാം. നല്ല കുക്കായിട്ട് നല്ല വെന്തുടഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച ബീഫ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ബീഫ് പൊടിച്ചിട്ട് ഇതാ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. കൂടെ തന്നെ നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്കും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ മല്ലിച്ചപ്പും കറിവേപ്പിലയാണ്. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച പൊട്ടറ്റോ ഇല്ലേ, അതും കൂടി സ്മാഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സ്മാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൽ വെച്ചിട്ട് ഇത് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് വന്നതല്ല, അതൊന്നും ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് സ്മാഷ് ചെയ്യുക. ഞാനിപ്പം ഈ മസാലയിൽ തന്നെ സ്മാഷർ വെച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മസാലയും ഒന്ന് വെന്ത് നമുക്കിങ്ങനെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് സ്മാഷർ വെച്ചിട്ട് ഞാൻ വെജിറ്റബിൾസും ഉരുളക്കിഴങ്ങെല്ലാം ഒരുമിച്ചാട്ടാ സ്മാഷ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പം നമ്മൾ ആ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സ്മാഷായി വന്നാൽ നമുക്ക് കട്ട്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. കട്ട്ലേറ്റിൻ്റെ ആ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പം ഇതിൻ്റെ ചൂട് ആറിയതിന് ശേഷം ഇത് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ മസാലൻ്റെ ചൂടൊക്കെ ആറി. ഇനിയിപ്പോൾ നോർമൽ കട്ട്ലേറ്റ് ചെയ്യും പോലെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുന്നതിന് പകരം ഇവിടെ ഇപ്പം ഞാൻ കുണാഫ ഡോ ആണ് എടുത്തിട്ടുള്ളത്. ഫ്രഞ്ച് കട്ട്ലേറ്റിന് കുണാഫ ഡോവോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പിന്നെ വെർമിസെല്ലി ഇല്ലേ, അതോ എടുക്കാം കേട്ടോ. നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം ഞാൻ കുണാഫ ഡോ ആണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ മുട്ടനെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ കലക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്യും പോലെ തന്നെ മാവ് ഒന്ന് ബോൾസ് ആക്കിയിട്ട് മുട്ടയിൽ മുക്കിയിട്ട് നമ്മുടെ കുണാഫ ഡോയിലേക്ക് ഇട്ടിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് കട്ട്ലേറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് ഞാൻ എല്ലാം യൂസ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രം ആവശ്യത്തിന് മാത്രം പൊരിച്ചെടുക്കുകയാണ്. ബാക്കി നമുക്കിതിങ്ങനെ കുണാഫ ഡോയിൽ മുക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് എയർ ടൈറ്റ് ആക്കി വെച്ചാൽ ഒരു 4-5 ദിവസത്തേക്കൊന്നും മോശമാകാതെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ ആക്കി വെച്ചു. ഇനിയിപ്പോൾ ഇത് ഇന്നത്തെ ആവശ്യത്തിലേക്ക് മാത്രം കുറച്ചൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത്.
അപ്പോൾ ഇതാ കട്ട്ലേറ്റ് എല്ലാം നല്ലോണം പൊരിഞ്ഞു വന്നു. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പം തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് കോരി മാറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് കട്ട്ലേറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കാണിക്കുന്നത് കോക്ടെയിൽ ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ 4 ആക്കിയുള്ള കോക്ടെയിൽ 4 ഗ്ലാസ്സിനുള്ള കോക്ടെയിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ഒരു ഹാഫ് പപ്പായയും ഒരു 2 ക്യാരറ്റും വെച്ചിട്ടാണ് കോക്ടെയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ ഈ പണികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിന്നെ പപ്പായ കട്ട് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് ഫ്രീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരു ദിവസമെല്ലാം ഫ്രീസാക്കി എടുക്കുന്നുണ്ടെങ്കിൽ കോക്ടെയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം വെച്ചതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ കോക്ടെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ച പപ്പായ ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് പുഴുങ്ങിയതില്ലേ അതും കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് നട്ട്സാണ് ഇഷ്ടമില്ലത്, നമ്മളെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് ആ നട്ട്സൊക്കെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ കാഷ്യൂം ബദാമും കുറച്ച് കിസ്മിസും കിസ്മിസ് അല്ല മറ്റേ ടൂട്ടി ഫ്രൂട്ടി ഇല്ലേ അതും പിന്നെ കുറച്ച് ചെറിയും ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് പപ്പായയും ക്യാരറ്റും പിന്നെ പാലും ഐസ്ക്രീമും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തു. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നട്ട്സ് കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നട്ട്സ് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യലാണ്. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്ലാസ്സിലേക്ക് ഞാൻ ആദ്യം ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കട്ട് ചെയ്ത നട്ട്സ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച കോക്ടെയിലില്ലേ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. മുകളിലേക്ക് ഒരു ചെറിയും കൂടി ഡെക്കറേഷനിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ കോക്ടെയിലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ കോക്ടെയിൽ കുടിക്കാൻ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കേക്കും നോമ്പ് മുറിക്കാനും അത്താഴത്തിലേക്കെല്ലാം ഞാൻ ഉണ്ടാക്കിയ റെസിപ്പീസിൻ്റെ വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.